നമസ്കാരം സാർ. നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വൗച്ചേഴ്സിനെ പറ്റി പറഞ്ഞു, അതിൻ്റെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു, അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. ഇനി അടുത്തെന്ന് വെച്ചാൽ നമ്മൾ വൗച്ചേഴ്സ് എങ്ങനെ റെക്കോർഡ് ചെയ്യും എന്നുള്ളതാണ്. കറക്റ്റ്. നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലൊരു ട്രാൻസാക്ഷൻ്റെ എവിഡൻസ് ആയ വൗച്ചർ കിട്ടിക്കഴിഞ്ഞു. ഇനി വൗച്ചർ നമ്മൾ എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. അപ്പോൾ റെക്കോർഡിങ്ങിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് ജേണൽ എൻട്രിയാണ്. ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ബുക്ക് ഓഫ് എൻട്രി. ജേണൽ എൻട്രിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് എന്തിനാണ് ഈ ജേണൽ എൻട്രി നമ്മൾ നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജേണൽ എൻട്രിയുടെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ഡിസ്റ്റിംഗ്വിഷ് വാട്ട് ഈസ് ഡെബിറ്റ് ആൻഡ് വാട്ട് ഈസ് ക്രെഡിറ്റ്. എവിടെ ഡെബിറ്റ് ചെയ്യണം, എവിടെ ക്രെഡിറ്റ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യും? പറഞ്ഞു തരുന്നതാണ് ജേണൽ എൻട്രി. അപ്പോൾ ജേണൽ എൻട്രിയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ട്രാൻസാക്ഷൻ എവിടെ ഡെബിറ്റ് ചെയ്യണം, എവിടെ ക്രെഡിറ്റ് ചെയ്യണം. ഈ കോൺസെപ്റ്റ് തിയറിറ്റിക്കലായിട്ട് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നതാണ്. ഞാൻ ഈ കോൺസെപ്റ്റിൽ ചെറിയൊരു മാറ്റം വരുത്തുകയാണ്. എന്നിട്ട് വൗച്ചർ കിട്ടിക്കഴിഞ്ഞാൽ അതാത് വൗച്ചേഴ്സിൻ്റെ ഒരു ലിസ്റ്റിംഗ് നമ്മൾ തയ്യാറാക്കുന്നു. നമ്മുടെ പഠനം ഇങ്ങനെയാണ് പോകുന്നത്. വൗച്ചർ കിട്ടിക്കഴിഞ്ഞാൽ അതാത് വൗച്ചേഴ്സിൻ്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ അതിൻ്റെ ലിസ്റ്റിംഗ് നമ്മൾ തയ്യാറാക്കുന്നു. അതിൻ്റെ ഒരു ടെംപ്ലേറ്റ് ഇപ്പോൾ കാണിച്ചു തരാം. അത് കാണുമ്പോൾ മനസ്സിലാകും. അതിൽ തന്നെ നമുക്ക് ലാസ്റ്റിൽ അതിൽ ഈ ഒരു ഫിഗർ നമ്മൾ ഏത് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു, ഏത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു എന്ന് അവിടെ കൃത്യമായിട്ടും കാണും. അതിനുപരിയായിട്ട് ഈ ഒരു ലിസ്റ്റിംഗ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ മാനുവൽ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞാൽ വി ആർ നോട്ട് ഡിപ്പെൻഡിങ് ആൻ ERP. ഒരു ERP സിസ്റ്റത്തെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. തൽക്കാലം നമ്മൾ മാനുവൽ അക്കൗണ്ടിങ് മാത്രമാണ് നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ മാനുവൽ അക്കൗണ്ടിങ് മാത്രമുള്ള ഒരു സ്ഥലത്ത് ഒരു ഓഡിറ്റിംഗ് നടക്കുമ്പോൾ നമ്മളെപ്പോഴും ഈ ജേണൽസിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ലിസ്റ്റിംഗ് ഓഡിറ്റർ ആവശ്യപ്പെടും. ഇപ്പോൾ ഈ വർഷം വന്നിരിക്കുന്ന റെസീപ്റ്റ്സിൻ്റെ ലിസ്റ്റിംഗ് ചോദിക്കുമ്പോൾ ഈ ഒരു ഫയൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, അയച്ചു കൊടുത്താൽ മതി. ഇതുപോലെ കോമൺ ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും ലിസ്റ്റിംഗ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് സൂക്ഷിക്കും. അപ്പോൾ ഈ ലിസ്റ്റിംഗ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ലിസ്റ്റിംഗ് വെച്ചുകൊണ്ട് ഇറ്റ് ഈസ് ഈക്വലൻ്റ് ടു ജേണൽ. ജേണലിന് ഇക്വലൻ്റ് ആണ് ഈ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ലിസ്റ്റിങ്ങിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും, ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യും. അപ്പോൾ ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ക്രിയേറ്റ് ലെഡ്ജർ. എങ്ങനെയാണ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ അടുത്ത് നോക്കുന്നു. നാച്ചുറലി നമ്മുടെ ഈ ലിസ്റ്റിങ്ങിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇത് ഏത് അക്കൗണ്ടിലേക്കാണ് ഈ ഇൻട്രൊഡക്ടറി ക്യാപിറ്റൽ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി. അതായത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഒരു ലെഡ്ജർ നമ്മൾ ഓപ്പൺ ചെയ്യണം. അതെങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നുള്ളതിൻ്റെ ടെംപ്ലേറ്റ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശരിക്കും ഈ എമൗണ്ട് എവിടെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്, ഏത് അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ടിൻ്റെ ഒരു ലെഡ്ജറും നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ്. ഇനി ഈ ജേണൽ എൻട്രി കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ എന്തുകൊണ്ടാണ്, എവിടെയാണ്, ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് എവിടെ ഡെബിറ്റ് ചെയ്യണം, എവിടെ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളത് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരു ഉദാഹരണം കൂടി നമ്മൾ പറയുമ്പോൾ വി ഹാവ് ടു ലേൺ ദി ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ഗോൾഡൻ റൂള് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതായത് നമ്മൾ ആ ഫസ്റ്റ് ഗോൾഡൻ റൂള് നമ്മൾ മനസ്സിലാക്കുക. അതായത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പോൾ ജേണൽ എൻട്രി എന്തുകൊണ്ടാണ് നമ്മളെ മനസ്സിലേക്ക് വരുന്നത്? കാരണം ഇവിടെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഡബിൾ എൻട്രി സിസ്റ്റമാണ്.
ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുമ്പോൾ എല്ലാ ഡെബിറ്റ് എൻട്രിക്കും അതിന് കറസ്പോണ്ടിങ്ങും ഈക്വലുമായിട്ടുള്ള ക്രെഡിറ്റ് എൻട്രി ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ എല്ലാ എൻട്രീസും എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ എന്ത് ചെയ്തിരിക്കും, 2 തവണ എൻട്രി ചെയ്യുന്നു. ഫസ്റ്റ് ഈസ് ഡെബിറ്റ് ആൻഡ് സെക്കൻഡ് ഈസ് ക്രെഡിറ്റ്. ഇതാണ് ഡബിൾ എൻട്രി സിസ്റ്റം. സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈച്ച് ഡെബിറ്റ് എൻട്രി ഈസ് ഹാവിങ് കറസ്പോണ്ടിങ് ആൻഡ് ഈക്വൽ ക്രെഡിറ്റ് എൻട്രി. ഇതാണ് ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഡബിൾ എൻട്രി സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് തന്നെ ഇറ്റ് ഈസ് ഒറിജിനലി ഡെവലപ്ഡ് ഇൻ ഓർഡർ ടു റിഡ്യൂസ് ദ മിസ്റ്റേക്സ് ഇൻ ബുക്ക് കീപ്പിംഗ്. ബുക്ക് കീപ്പിങ്ങിൽ നമുക്ക് മിസ്റ്റേക്സ് വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ഡബിൾ എൻട്രി സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു ഫിഗർ ഡെബിറ്റ് ചെയ്യുകയും അത് വേറൊരു അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഈക്വലായി വരില്ലേ? വരും. സപ്പോസ് മിസ്റ്റേക്കൺലി ഏതെങ്കിലും ഒരു ഫിഗർ നമ്മൾ മാറ്റിയിട്ടാൽ അവിടെ നമുക്ക് മനസ്സിലാവും ഈ ബാലൻസ് ടാലി ആയിട്ടില്ല. ദാറ്റ് മീൻസ് നമ്മളെ ഡെബിറ്റിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിലോ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ടാലി ആകാത്തത്, ഇല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഡബിൾ എൻട്രി സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതൊരു എൻട്രി എടുത്തു കഴിഞ്ഞാലും അതിന് ഒരു ഡെബിറ്റ് സൈഡും ഒരു ക്രെഡിറ്റ് സൈഡും ഉണ്ടാകും. ഓക്കെ, അതാണ് ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സാധാരണ നമ്മളൊരു ഫിഗർ ഇടുമ്പോൾ ചിലപ്പോൾ 280ക്ക് പകരം നമ്മൾ അടിച്ചത് 250 ആയിരിക്കാം. 280 നമ്മൾ ഡെബിറ്റ് ചെയ്തു, പക്ഷേ ക്രെഡിറ്റ് ചെയ്ത സ്ഥലത്ത് 250 ആയി. ന്യൂമറിക്കൽ എററാണ്. പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ. ഓക്കെ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈസി ആയിട്ട് ഈ മിസ്റ്റേക്കുകൾ നമ്മൾ കമ്മിറ്റ് ചെയ്യുന്ന മിസ്റ്റേക്ക് അപ്പം തന്നെ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മെത്തേഡ് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഈ ഒരു ഗോൾഡൻ റൂളായ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഇൻ ഡബിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളാണ് ഈ ഒരു ഗോൾഡൻ റൂൾ. എന്താ? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ആസ് പെർ അവർ ട്രാൻസാക്ഷൻ. നമ്മുടെ ട്രാൻസാക്ഷൻ എങ്ങനെയാണോ ആ ട്രാൻസാക്ഷൻ നമ്മൾ എങ്ങനെയാണോ റെക്കോർഡ് ചെയ്യുന്നത് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഗോൾഡൻ റൂൾ മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ ഈ റെസിപ്റ്റിൻ്റെ ഒരു മോഡ് ഓഫ് പേയ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ആ പേയ്മെൻറ്റ് വന്നിരിക്കുന്നത് നമ്മളെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ റിസോഴ്സ് വന്നിരിക്കുന്ന ഏതിലേക്കാണ്? നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഏത് അക്കൗണ്ടിലേക്കാണ്? ഈ പൈസ എപ്പോഴായിരുന്നാലും നമ്മൾ ഓണർക്കല്ലേ കൊടുക്കേണ്ടത്? ഓണറിലേക്കല്ലേ പോകുന്നത്? അപ്പോൾ ഓണർ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റും ചെയ്യുന്നു. ഇനി ഓണർ അക്കൗണ്ട് ഏത് ടൈപ്പിലാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. കാരണം അത് നമ്മൾ റിപ്പോർട്ടിങ്ങിലേക്ക് പോകുമ്പോഴാണ് അത് പഠിക്കുന്നത്. റിപ്പോർട്ടിങ്ങിൽ പോകുന്നത് ഇതിപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്തതേ ഉള്ളൂ. ഈ പോസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ പല റിപ്പോർട്ടുകൾ നമ്മൾ ഇവിടെ ജനറേറ്റ് ചെയ്യും. നമ്മൾ മാനുവലി ഈ ഒരു പോസ്റ്റിംഗ്, ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ, പോസ്റ്റിംഗ് നടത്തി ലെഡ്ജറിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ എവിടെയെല്ലാം വരുന്നു അത് ബേസ് ചെയ്തിട്ടുണ്ട് എന്തെല്ലാം റിപ്പോർട്ടുകൾ നമ്മൾ എന്ത് ചെയ്യും? ജനറേറ്റ് ചെയ്യും, നമ്മൾ ക്രിയേറ്റ് ചെയ്യും.
എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ വളരെ ക്ലിയർ ആകും നമുക്ക്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ദാറ്റ്സ് ആൾ.